നെറ്റ്ഫ്ലിക്സിന്റെ ഹിറ്റ് ആനിമേറ്റഡ് സീരീസ് ആയ ലവ് പ്ലസ് റോബോട്ട്സിന്റെ ഏറ്റവും പുതിയ സീസൺ പോകുന്നിട്ടുണ്ട്, സീസൺ 4. ആൻഡ് ആസ് യൂഷ്വൽ കഴിഞ്ഞ സീസണുകളിൽ പോലെ തന്നെ നല്ല നൈസ് ആയിട്ടുള്ള സീസൺ തന്നെയായിരുന്നു. ഒരു 10 എപ്പിസോഡുകളാണ് ഈ ഒരു സീസണിലുള്ളത്. അതിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് ഇതിൽ ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് എപ്പിസോഡുകളാണ്. ആദ്യത്തെ കാൺ സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു എപ്പിസോഡുണ്ട്. ഐ തിങ്ക് ഡേവിഡ് ഫിഞ്ചറോ ആരാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതൊരു സ്റ്റോപ്പ് മോഷൻ പോലെ ഒരു കൺസേർട്ട് ഒരു പാവക്കളി നടത്തി എങ്ങനെ ഉണ്ടാവും നൂല് വെച്ചിട്ടുള്ള ആ ഒരു സെറ്റപ്പിലാണ്. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സൗണ്ട് ഡിസൈൻസറൊക്കെ ഒരു കിഡിലിനായിട്ട് ചെയ്തിട്ടുള്ളൊരു എപ്പിസോഡാണത്. ദെൻ ക്ലോസ് എൻകൗണ്ടർ ഓഫ് ദി മിനി കൈൻ എന്ന് പറഞ്ഞ സെക്കൻഡ് എപ്പിസോഡുണ്ട്, അതും അടിപൊളിയായിരുന്നു. ദെൻ എനിക്കിതിൽ ഭയങ്കര ഇഷ്ടമായ ഒരു എപ്പിസോഡ് സ്പൈഡർ റോസ് എന്ന് പറഞ്ഞ 3ാമത്തെ എപ്പിസോഡാണ്. അതൊരു ഫുൾ ലെങ്ത് പടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വേൾഡ് ബിൽഡിംഗ് ഉണ്ട് അതിന്. സോ അതും നല്ല എൻഗേജിങ് ആയിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. ദെൻ 400 ബോയ്സ് എന്ന് പറയുന്നത് ഒരു ഓക്കെ മോഡലുള്ള റൈറ്റ് ആയിരുന്നു. അത് അതർ ലാർജ് തിങ് ഇതൊക്കെ തന്നെ ആ ഒരു ഇവരുടെ മെയിൻ സംഭവം ഉണ്ടല്ലോ, നമ്മൾ സ്ഥിരം കാണിക്കാത്ത ഒരു ആൾട്ടർനേറ്റ് ഹിസ്റ്ററി, അല്ലെങ്കിൽ ഇതിങ്ങനെ ആയാൽ എന്താവും എന്നുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. ആൻഡ് ഈ ഒരു ടോട്ടൽ എപ്പിസോഡുകളിൽ തന്നെ എനിക്ക് ഏറ്റവും വീക്കായിട്ട് തോന്നിയിട്ടുള്ളതിൽ 5ാമത്തെ ഗോൾഗോത്ത് എന്ന് പറഞ്ഞ എപ്പിസോഡാണ്. അത് വലിയ ഗുണമായിട്ട് തോന്നിയില്ല. ദെൻ സ്ക്രീമിംഗ് ഓഫ് ദി ടൈറാനോസർ എന്ന് പറഞ്ഞൊരു എപ്പിസോഡുണ്ട്. നമ്മുടെ ഒരു പ്രൈമലിലൊക്കെ വൈബ് തരുന്ന റൈറ്റാണ്. അത് കണ്ടിട്ട് ഒരു പോയിന്റ് എത്തുമ്പോണ്ടല്ലോ അയ്യോ എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് ഇവർ നിർത്തും. ഒരു 8-10 മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. സോ നമ്മളൊന്ന് കണ്ടൊന്ന് വൈബായി വരുമ്പോഴേക്കും അത് തീരും. ഇത് മാത്രമാണ് എനിക്ക് ഈ ഒരു സീസണുകളിൽ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു സീരീസിന് തന്നെ ഏറ്റവും പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇവർക്ക് ഡെവലപ്പ് ചെയ്ത് വലിയ സാധനമാക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആണ്. സോ ഐ തിങ്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് വേണം ഇവർക്ക് ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു ആനിമേറ്റഡ് മൂവി ഒക്കെ ആക്കാം, കുറേ സാധനങ്ങൾ എടുത്തിട്ട്. ദെൻ ഹൗ സീ ഗോട്ട് റിലീജിയൻ എന്ന് പറഞ്ഞൊരു എപ്പിസോഡുണ്ട്, അതും കുഴപ്പമില്ലാത്തൊരു ഐറ്റം. ദെൻ സ്മാർട്ട് അപ്ലയൻസസ് സ്റ്റുപ്പിഡ് ഓണേഴ്സ് എന്ന് പറഞ്ഞൊരു എപ്പിസോഡുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു സ്മാർട്ട് ഹോം അല്ലെങ്കിൽ നോർമൽ ഇപ്പോൾ റെഫ്രിജറേറ്ററും ഇപ്പോൾ ടിവിയും ഇതൊക്കെ തന്നെ സംസാരിച്ചാൽ അല്ലെങ്കിൽ അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളൊരു കാര്യം ആ ഒരു തോട്ടിൽ എഴുതിയിട്ടുള്ളൊരു പരിപാടിയാണ്. സോ നമ്മൾ അധികം ചിന്തിക്കാത്ത ആ ഒരു പ്ലോട്ടിനെ എടുത്ത് നല്ല നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. ആ ഒരു 8 മിനിറ്റിൽ അത് കാണിച്ചു തരിക. ദെൻ ഫോർ ഹീ ക്യാൻ ക്രീപ്പ് എന്ന് പറഞ്ഞ വേറൊരു എപ്പിസോഡ്. ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഈ അതർ ലാർജ് തിങ്ങിൻ്റെ അതേ എപ്പിസോഡിൻ്റെ ഒരു വൈബാണ് ഇത്. ഒരേപോലെ തോന്നി. പൂച്ച സാറിൻ്റെ ഒരു ഐറ്റമാണ് ഈ 2 എപ്പിസോഡുകളും. സോ ഈ ഒരു 10 എപ്പിസോഡുകൾ തന്നെ ഈ ആദ്യത്തെ 2-3 എപ്പിസോഡുകളാണ് എനിക്ക് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി കൂടുതലാണ് ഒരു ഹൈ തന്നൊരു സാധനം എന്ന് പറയാം. സോ ഈ എല്ലാ എപ്പിസോഡുകളും കണ്ടവരുണ്ടെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കമൻറ്റ്. ഇതുവരെ ലവ് പ്ലസ് റോബോട്ട്സിന് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഇത്ര ആനിമേറ്റഡ് ആണെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കരുത്. ഇത് നമ്മൾ ഉദ്ദേശിച്ച സാധനമല്ല. ഇത് കുറച്ചും കൂടി മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റാണ്. ഞാൻ ഈ പറഞ്ഞ ഈ എപ്പിസോഡുകളെല്ലാം തന്നെ അഡൾട്രേറ്റഡ് ആണ്. സോ ഒരു നോർമൽ കുട്ടികൾക്ക് കാണാൻ പറ്റിയ ഒരു ഐറ്റം അല്ല. ആൻഡ് ഇതിൻ്റെ വെറുതെ വിഷ്വലി മാത്രമല്ല, പറയുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളും ഭയങ്കരധികം മെച്ചുവേർഡ് ആയിട്ടുള്ള കണ്ടൻസ് ആണ്. സോ തീർച്ചയായിട്ടും ഇത് സൈഫൈ ലവേഴ്സൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ ഈ പറയുന്ന ആനിമേറ്റഡ് ദെൻ അധികം നമ്മൾ കണ്ട് ശീലിക്കാത്ത നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്ലോട്ടുകൾ ചർച്ച ചെയ്യുന്ന സിനിമകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അധികം റൺ ടൈമൊന്നുമില്ല, ഓരോന്നും ഒരു 8 മിനിറ്റ് 10 മിനിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ പെട്ടെന്ന് കണ്ടു തീരുന്ന നല്ല സീസണുകളാണ് ഇതിൽ എല്ലാത്തിലും ഉള്ളത്. ഇപ്പോഴും ഫസ്റ്റ് സീസണാണ് ടോപ്പായിട്ട് നിൽക്കുന്നത്. അതിനെ ബീറ്റ് ചെയ്യാൻ വേറൊരു സീസണുകൾക്ക് സാധിച്ചില്ല. പക്ഷേ തൊട്ട് മുമ്പിൽ ഇപ്പോൾ 3rd സീസണിലും 2nd സീസണിലൊക്കെ ഇങ്ങനെ സെലക്റ്റീവ് ആയിട്ടുള്ള ചില എപ്പിസോഡുകളുണ്ട് ഭയങ്കര ഹൈ ആയിട്ട് നമുക്ക് ഇപ്പോഴും ഓർമ്മ നിൽക്കുന്നൊരു പരിപാടി. ഐ തിങ്ക് കഴിഞ്ഞ 3rd സീസണിലായിരുന്നു ഒരു ഗോൾഡിൻ്റെ ഒരു പരിപാടി ഉണ്ട്, ഒരു ലേക്കിലുള്ള ഒരു ഗോൾഡിൽ ഇടി എന്ന ഒരു സെറ്റപ്പ്. അത് പൊളിയായിരുന്നു. അതുപോലെ നമുക്ക് മെമ്മറബിൾ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ചിലതിൽ തരും. ഇതിലെനിക്ക് ഈ സീസണുകളിൽ എനിക്ക് കുറച്ചെങ്കിലും ആ ഒരു മിനിയേച്ചറിൻ്റെ പരിപാടി ഉണ്ട്. ഈ പറയുന്ന ക്ലോസ് എൻകൗണ്ടർ ഓഫ് ദി മിനി കൈൻ എന്ന് പറയുന്നതാണ് കുറച്ചെങ്കിലും ഒന്ന് മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. അല്ലാതെ ഒരു ഓക്കെ മോഡലുള്ള ഒരു പരിപാടിയായിരുന്നു. സോ കണ്ടവരുണ്ടെങ്കിൽ ഈ എപ്പിസോഡുകളിൽ തന്നെ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഏതാണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം. നന്ദി.